അന്ധകാരത്തിൻ്റെ സർവ്വതിന്മകളും നിറഞ്ഞു നിൽക്കുന്ന അറേബ്യയിലാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ജനനം. രക്തച്ചൊരിച്ചിലും കൊള്ളയും മദ്യപാനവും വിഗ്രഹ ആരാധനയും അന്ധവിശ്വാസങ്ങളും ജനങ്ങളെ നിയന്ത്രിക്കുന്ന കാലം. നഗ്നമായി കഅബയെ പ്രദക്ഷിണം ചെയ്യുകയും പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുകയും ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊന്നുകളയും ചെയ്യുന്ന വിഗ്രഹങ്ങളുടെ പ്രീതിക്കായി ബലിയെറുക്കുകയും ചെയ്തിരുന്ന ഒരു ജനത. അപലക്ഷണം നോക്കിയാണ് അവരെല്ലാം ചെയ്തിരുന്നത്. ചൂതുകളി പ്രധാന വരുമാന മാർഗമായി കണ്ടു. ഇത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷത്തിലും അസുരതകളോട് രാജിയാവാതെ വേറിട്ട ജീവിതമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നയിച്ചിരുന്നത്. മലിനമായ സാഹചര്യത്തിൽ ഒഴുക്കിനെതിരെ നീന്താൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ബുദ്ധിയെ മരവിപ്പിക്കുന്നതിനാൽ മദ്യപാനം സ്വമേധയാ വർജിച്ചു. മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങൾക്ക് ആരാധനയർപ്പിക്കുന്നതിൽ യുക്തി കാണാത്തതിനാൽ അതിനും തുനിഞ്ഞില്ല. മാനക്കേട് ഭയന്ന് പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നത് അഭിമാനമുള്ള കുടുംബനാഥൻ്റെ ശൈലിയല്ലാത്തതിനാൽ അതിൽ നിന്നും വിട്ടുനിന്നു. ദാരിദ്ര്യം ഭയന്ന് കുഞ്ഞുങ്ങളെ വധിക്കുന്നത് അധ്വാനിക്കാൻ വൈമനസ്യമുള്ളവരാണെന്ന കാഴ്ചപ്പാട് മൂലം അതിനും വിസമ്മതിച്ചു. ഇങ്ങനെ സമുദായം അക്കാലത്ത് വെച്ച് പുലർത്തിയിരുന്ന അനാചാരങ്ങളോടും തിന്മകളോടും പടപൊരുതിയാണ് അബൂബക്കർ സിദ്ദീഖ് ജീവിതയാത്ര തുടരുന്നത്. ജനങ്ങളോട് ഇണങ്ങിയും അവരുടെ പ്രശംസ പിടിച്ചുപറ്റിയുമാണ് അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചത്. നല്ല സ്വഭാവവും സവിശേഷമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ചെറുപ്രായത്തിൽ അബൂബക്കർ വിഗ്രഹ ആരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. 10 വയസ്സുള്ളപ്പോഴാണ് പിതാവിൻ്റെ കൂടെ കച്ചവടത്തിൽ ചേർന്ന് അബൂബക്കർ സിറിയയിലേക്ക് പോകുന്നത്. ആ സമയത്ത് 12 വയസ്സുള്ള മുത്തുപ്രവാചകനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അബൂബക്കർ നിരന്തരം വ്യാപാര യാത്രകൾ നടത്തി. യമൻ, സിറിയ കൂടാതെ മറ്റിടങ്ങളിലും അദ്ദേഹം ഈ ആവശ്യാർത്ഥം സഞ്ചരിച്ചു. കൂടുതൽ സമ്പാദ്യവും അനുഭവങ്ങളും ഈ യാത്രയിൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. മുഹമ്മദ് നബി ദൈവദൂതനാണെന്ന് പ്രഖ്യാപിച്ചതും ഇസ്ലാമിൻ്റെ പുനർജീവനം വിളംബരം ചെയ്തതും യമനിൽ നിന്ന് വ്യാപാര യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ അബൂബക്കറിൻ്റെ കാതുകളിലെത്തുകയാണ്. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്ന ആദ്യത്തെ പുരുഷനാണ് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാം സ്വീകരണം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. അടിമ സമ്പ്രദായം മക്കയിൽ നടമാടിയിരുന്ന കാലമായിരുന്നു അത്. സ്വതന്ത്രനായ ഒരാൾ അക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ പോലും തൻ്റെ ഗോത്രത്തിൻ്റെ എല്ലാവിധ സംരക്ഷണവും കിട്ടിയിരുന്നു. അടിമകൾക്ക് പക്ഷേ അത്തരത്തിലുള്ള സംരക്ഷണം ലഭ്യമായിരുന്നില്ല. അവർ പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു. താൻ വിശ്വസിക്കുന്ന ആദർശത്തിനായി തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് അദ്ദേഹം നൽകി. അങ്ങനെ ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിൽ ആദ്യത്തെ 3 വർഷം മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം രഹസ്യമായി വെക്കുകയായിരുന്നു. പ്രാർത്ഥനകളും രഹസ്യമായിട്ടായിരുന്നു. AD 613 പ്രവാചകൻ ജനങ്ങളെ ഇസ്ലാമിലേക്ക് പരസ്യമായി ക്ഷണിക്കാൻ തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. പ്രവാചകനോട് വിശ്വാസം പുലർത്തുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി വിളിച്ചു ചേർത്ത ആദ്യ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. രോഷാകുലനായ ഒരു ഖുറൈശി യുവാവ് അബൂബക്കറിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ബോധരഹിതനാവുന്നതുവരെ അബൂബക്കറിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അബൂബക്കറിൻ്റെ മാതാവും ഇസ്ലാം സ്വീകരിച്ചു. നിരവധി തവണ അബൂബക്കർ ഖുറൈശികളുടെ പീഡനത്തിന് വിധേയനായി.